ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു അടിപൊളി ബീഫും കായും കൂടിയിട്ടുള്ള ഒരു കറി വെച്ച് നോക്കിയാലോ. ഇപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ബീഫൊക്കെ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് എപ്പോഴും വേവിച്ചിട്ട് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചിട്ടല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നന്നായി വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ഇട്ടിട്ടത് വേവിക്കേണ്ടി വരും. അപ്പം ഞാനിത് 3-4 പ്രാവശ്യം നന്നായി കഴുകി വെള്ളം മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബീഫ് മുഴുവനൊക്കെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് ഇട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിലേക്ക്. ഈ നന്നായിട്ട് ഇത് കൈ വെച്ച് തിരുമ്മി കൊടുക്കണം. നമ്മളിത് ഇങ്ങനെ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് ആ മസാലയും എല്ലാം ഒന്ന് കറക്റ്റ് ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് ഇതൊക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് തിരിഞ്ഞു കൊടുക്കാം. നമ്മൾ ഇത് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. കണ്ടോ, എല്ലാ മസാലയും തിരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച ശേഷം ഒരു 8 വിസിൽ വരുന്നവരെയൊക്കെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട കായ ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ കായ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കണം. നമ്മുടെ ബീഫൊക്കെ ഞാൻ വിസിലൊക്കെ വന്ന ശേഷം ഒന്ന് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 8 വിസിലടിച്ചിട്ട് നോക്കിയപ്പോൾ ഒന്ന് വേവത്തിരി കുറവാണ്. അപ്പോൾ 1 വിസിലും കൂടി ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 9 വിസിലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ബീഫൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ബീഫിലേക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായി എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫിലേക്കൊക്കെ എടുക്കുമ്പോൾ. ഞാൻ 2 ചെറിയ സവോള എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയതാട്ടോ. കറിവേപ്പിൻ്റെ ഇല ഒന്നും കിട്ടാനില്ല. അപ്പൊ ഒരു 4-5 പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിട്ട് അത് ആദ്യം ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഉള്ളി ഇട്ടിട്ടാണ് ചിലയിടത്ത് ഇട്ട് കൊടുക്കുക. അടിപിടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇതാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രത്തിൽ വേഗം അടിപിടിക്കും കേട്ടോ. നമ്മൾ വിടാതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും. അടി കട്ടി കുറവായതുകൊണ്ട്.
ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടിയിട്ടുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടണ്ട. ഉപ്പ് നമ്മൾ ബീഫിലും ഇട്ടിട്ടുണ്ട്, കായയിലൊക്കെ കുറേശ്ശെ ഇട്ടത് കൊണ്ട് ചിലപ്പോൾ അധികമായി പോകും. അപ്പൊ കുറച്ച് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടാനുള്ള സമയമാണ് ഈ ബീഫിലും ചിക്കനിലൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്തത്. ഇത് തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ്. വാടുന്നതിനനുസരിച്ചിട്ടാണ് ഇതില് ടേസ്റ്റും കൂടെ. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് വാടി വരട്ടെ. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂൺ ആട്ടോ, 1 സ്പൂൺ നമ്മൾ ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർക്കാറുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരണം കേട്ടോ. ഇതാണ് ഈ ചിക്കനും ബീഫും ഇതിലേക്കൊക്കെ ഈ ടേസ്റ്റ് ഈ പൊടികളുടെ ഈ വാട്ടലാണ്. നന്നായിട്ടൊന്ന് വാടി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് വാടി വന്നാലാണ് ആ കറിയിലേക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതാ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ആ മണമൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു 9 വിസിൽ അടുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഉണ്ടോ വന്നിട്ടുണ്ട്. ഇതോടുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 8 വിസിലൊക്കെ അടിച്ചെടുത്തു. പക്ഷെ അത് വേവൊന്ന് കുറവായിരുന്നു. അപ്പൊ ഞാൻ ഒരു വിസിലും കൂടി അടുപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കായും കൂടി ഇട്ട് കൊടുക്കാം. അതും ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബീഫിലിടുന്ന കായ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഈ ചിക്കനിൽ ഉരുളക്കിഴങ്ങ് പോലെ ഈ ബീഫ് കായിട്ട് വെക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിത് ഒരുപാട് ഡ്രൈ ആയിട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വെള്ളമൊന്നും ഇതിന്റെ ഒഴിച്ചു കൊടുക്കണ്ട. പക്ഷെ ആ വെള്ളത്തിൽ അതിന്റെ ആ പൊടിയുടെ ഒക്കെ ആ സത്തും ആ ബീഫിന്റെ ഇതൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്, കായയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കൂടി പോവാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ കറക്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അതൊക്കെ വെന്തതാണ്, എന്നാലും ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ കുറച്ച് സമയം ഒന്ന് തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നൊന്ന് അടച്ചു വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിപ്പിടിക്കും. ഈ പാത്രത്തിൽ ഞാൻ പറഞ്ഞില്ലേ വേഗം അടിപ്പിടിക്കുന്ന പാത്രമാണിത്. കുറച്ച് സമയം ഒന്ന് വെന്ത് വട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, അതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ നടുഭാഗം അങ്ങനെ അടിപ്പിടിക്കും. ഒന്നും കൂടി ആവാനുണ്ട്. വെന്തിട്ടുണ്ട്. ഞാൻ എന്നാലും ഒന്നും കൂടി മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കുറുകി വരട്ടെ.
നമുക്കത് ഒന്നുകൂടി ചാറോടുകൂടി വേണമെങ്കിൽ ഈ ചാറൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ കായൊന്നും ഇടാതെ ഇതിലിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കാറുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കുരുമുളക് പൊടി കേട്ടോ. ബീഫ് വയ്ക്കുമ്പോൾ എപ്പോഴും മസ്റ്റ് ആയിട്ട് ഇടേണ്ട ഒരു കാര്യമാണ് കുരുമുളക് പൊടി. എരിവൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അത് ലാസ്റ്റ് സമയത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം ഞാനൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉണ്ടോ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വെക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ചാറ് പോയിട്ട് എടുക്കുള്ളൂ. ഞങ്ങൾ ബീഫ് വെക്കുമ്പോൾ വേറെ കറികളൊന്നും വെക്കില്ല, ഇത് കൂട്ടിട്ട് തന്നെ കഴിക്കുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ലേശം ചാറുതൽ ഉണ്ടാവും. ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. എരിവും ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ബീഫിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റ് ആളോട് അഭിപ്രായം ചോദിച്ചിട്ട്, ഹസ്ബൻഡിനോട് അഭിപ്രായം ചോദിച്ചിട്ട് വാങ്ങി വെക്കാറുള്ളൂ കേട്ടോ. ഞാൻ ആളെ വിളിക്കും, ആള് ചേട്ടൻ ഇത് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ചിലപ്പോൾ കുരുമുളക് പൊടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യാറുള്ളൂ. ലാസ്റ്റ് ആള് പറയണതനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്യുക. എനിക്ക് അതാണ് ഒരു തൃപ്തിയാവുള്ളൂ. അപ്പൊ ഞാൻ ആളെ ഒന്ന് വിളിച്ച് ടേസ്റ്റ് ചെയ്യാനൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബീഫും കായും കൂടി ഇട്ടത് അടിപൊളി ടേസ്റ്റ് ആണ്. വെക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. താങ്ക് യു.